വന്ദേമാതര ഗാനം എന്തേ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്? തന്റെ ഇടമുണ്ടോ മുട്ടിടിക്കും വന്ദേമാതര ഗാനം ഒരിക്കൽ കൂടി ആലപിക്കാൻ? ഇന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ യുദ്ധകാലത്ത് ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് രാജ്യം ചെറുത്തു നിന്നത് എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഒരു കാലത്ത് ഭാരത് മാതാ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കടലിനെ കടലമ്മ എന്നാണ് വിളിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ഓർമ്മപ്പെടുത്തലൊന്നും ആവശ്യമില്ലല്ലോ. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ ആയിരിക്കില്ലേ? എന്താ സംശയം? പക്ഷെ ആ ഭാരത് മാതയുടെ രൂപം ഈ RSS സങ്കല്പം ചെയ്തതാണോ എന്നുള്ളതല്ലേ ചോദ്യം. അതല്ല, അതിൽ വിയോജിപ്പ് പറയുന്നവരോട് പാകിസ്ഥാന്റെ പതാകയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്നാണോ എന്ന് BJPയുടെ മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നതിന്റെ യുക്തി എന്താണ്? ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് ആൾക്കാർ പറഞ്ഞതിനൊരു മറുപടി. കോൺഗ്രസിന് പ്രതിനിധി ഷഫീർ പറഞ്ഞത് ഈ ഭാരത മാതാ കി ജയ് ആദ്യം ഉപയോഗിച്ചത് കോൺഗ്രസ് ആണ്, അസീമുള്ള ഖാൻ ആണ്, ഇതൊന്നും അല്ലെന്ന് ആരാണ് സാർ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന്. എന്തിനാണ് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്? അതിന്റെ മറുപടിയല്ലേ കോൺഗ്രസിന്റെ പ്രതിനിധി പറയേണ്ടത്? എന്തിനാ നിങ്ങൾ ഭാരത മാതാ കി ജയ് ഉപയോഗിക്കാൻ തന്റെ ഇടമുണ്ടോ? വന്ദേമാതര ഗാനം 1937 ഒക്ടോബറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഗാനമായും കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗാനമായും അംഗീകരിച്ചിരിക്കുന്ന വിവരം ശ്രീമാൻ കോൺഗ്രസിന്റെ പ്രതിനിധി BRM ഷഫീറിന് അറിയുമോ? വന്ദേമാതര ഗാനം എന്തേ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്? തന്റെ ഇടമുണ്ടോ മുട്ടിടിക്കും വന്ദേമാതര ഗാനം ഒരിക്കൽ കൂടി ആലപിക്കാൻ? അപ്പൊ നിങ്ങളാണ് ഇതൊക്കെ ചെയ്തില്ലെന്ന് പറയുന്നില്ലെന്നേ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് മുഴുവൻ ഇന്ത്യക്കാരുടെ പ്രസ്ഥാനമായിരുന്നു. ഇന്ദിരാഗാന്ധി പുലർത്തിക്കൊണ്ടുപോയി സംഘടനാ കോൺഗ്രസും സിൻഡിക്കേറ്റ് കോൺഗ്രസും ഒക്കെയായി ഒക്കെയായി ഔദ്യോഗിക കോൺഗ്രസിനെ പിളർത്തി ഉണ്ടായി അവസാനം വിമത സംഘടനയെ ഔദ്യോഗിക സംഘടനയാക്കി അംഗീകരിച്ചൊരു കോൺഗ്രസ് ആണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമൊന്നും അവകാശപ്പെടരുത് ഷഫീറെ. നിങ്ങൾക്കറിയാമോ, കോൺഗ്രസ് 6 ഉണ്ടായിരുന്നു, അതായിരുന്നു ഔദ്യോഗിക കോൺഗ്രസ്. അതിൽ നിന്ന് പിളർത്തി വിമത സംഘടനയാണ് നിങ്ങളുടെ കോൺഗ്രസ് അറിയുമോ? അപ്പൊ വിമതന്മാരുടെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ. അതിന് ഗാന്ധിയുടെയും തിലകന്റെയും ബോസിന്റെയും ഒക്കെ കോൺഗ്രസുമായി പുലബന്ധം പോലുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും വന്ദേമാതര ഗാനം നിങ്ങൾ പാടിയേനെ. 1936 വാരണാസിയിൽ മഹാത്മാഗാന്ധിയാണ് ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. തന്റെ ഇടമുണ്ടോ ഒരു കോൺഗ്രസുകാരന് ഭാരതമാതാവെന്ന് അറിഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് പറയാൻ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? വോട്ട് കിട്ടില്ല സർ. ഞങ്ങൾക്ക് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോട് പരമ പുച്ഛമാണ്. ഞങ്ങൾ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിറകെ പോകാറുമില്ല. അതുകൊണ്ട് ഭാരതമാത ആദ്യം വിളിച്ചു, ഭാരത് മാതാ കി ജയ് ആര് വിളിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ആരാണോ ഭാരതത്തെ മാതാവായി അംഗീകരിക്കുന്നത് ആരെയും ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഞങ്ങളെ നിരോധിച്ചതാണ് സർദാർ പട്ടേൽ. അതെ, അതുകൊണ്ട് എന്താ? സർദാർ പട്ടേൽ രാഷ്ട്രവിരോധി അല്ലാത്തടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കും. ഞങ്ങളോട് എങ്ങനെ പെരുമാറി എന്നുള്ളതല്ല, ഞങ്ങൾക്ക് മറ്റൊരാളോട് പെരുമാറുന്നുള്ളത് ഇവിടെ ഈ ഭാരത് മാതാ കി ജയ് എന്ന് ഉള്ളിൽ വിളിക്കുന്നവർ തന്നെ ആയിരിക്കില്ലേ ഇന്ത്യയിലെ 99.99% ആളുകൾ? അതിന്റെ രൂപം ഈ RSS സങ്കല്പം ചെയ്ത രൂപമല്ല എന്ന് പറയുന്നിടത്ത് അവർ പാകിസ്ഥാൻകാരും പാക് അനുകൂലികളാവുന്നത് എങ്ങനെയാണ്? അല്ല, നിൽക്കൂ, ഞാൻ ആ ചോദ്യത്തിന് വരാമെന്ന് പറഞ്ഞില്ല. ഇവര് പറഞ്ഞതിന് മറുപടി ഒന്ന് പറഞ്ഞോളൂ, നിങ്ങളുടെ നിൽക്കൂ. പിന്നെ ഈ അഭിനീന്ദ്രനാഥ ടാഗോറാണ് ഇത് വരച്ചതെന്ന് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? താങ്കൾ എന്തോ പുതിയൊരു കാര്യം പോലെ അവതരിപ്പിച്ചത്. അഭിനീന്ദ്ര ടാഗോർ വരച്ചത് ഭാരതമാതാവിന്റെ പടമായിരുന്നില്ല. ഞാൻ പറഞ്ഞു ബംഗാൾ മാതാവിന്റെ പടമായിരുന്നു. ആ പടത്തെ ഭഗിനി നിവേദിതയാണ് ഭാരതമാതാവിന്റെ പടമായി രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചത്. ഇതൊന്നും RSS എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. ദേശീയ ബിംബങ്ങളെ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കളഞ്ഞു 4 വോട്ടിനു വേണ്ടി. ഞങ്ങൾ അതിനെ ഹൃദയത്തോട് ഇന്നും ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ഇവിടെ ഒരു ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അദ്ദേഹം സഹപാനലിസ്റ്റുകളെ പോലും പരമ പുച്ഛത്തോടെയാണല്ലോ അഭിസംബോധന ചെയ്തത്. ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് പറയുകയായിരുന്നു, ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത ദിവസത്തെ ദ ടെലഗ്രാഫ് 2023 BC മഹാകാര്യമാണെന്ന് എന്നുള്ളത് കൊണ്ട് ശ്രീമാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് വലിയ ധാർഷ്ട്യവും ധിക്കാരവും ഒന്നും വേണ്ട. അത് മടക്കി 4 പുതുപ്പള്ളിയിൽ വെച്ചേറ്റേ ചാനൽ ചർച്ചയിൽ വരാവൂ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.
ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് മാന്യമായി സമ്മതിക്കാനാണ്. ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ ജയിക്ക്? ശ്രീ സന്ദീപ് നിന്നും മാന്യതയാണ് പ്രതീക്ഷിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും മാന്യത പ്രതീക്ഷിക്കുന്നില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ ജയിക്ക്? ശ്രീ സന്ദീപ് അത് എന്റെ തെറ്റാണ്, അത് വിട്ടോളൂ, അത് എന്റെ തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഇനി അവിടെ ഈ ഒരു ക്ലാരിറ്റിയോടെ ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ ജയിക്ക്? ശ്രീ സന്ദീപ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോ ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ 2023 BC എന്ന് ഹെഡ്ലൈൻ കൊടുത്തു, സമ്മതിച്ചു. ആ ടെലഗ്രാഫ് പത്രത്തിന്റെ ഹെഡിങ് ഉണ്ടല്ലോ, ദ ടെലഗ്രാഫ് എന്നുള്ളത്, ആ ടെലഗ്രാഫ് എന്നുള്ള ഹെഡിങ്ങിനകത്തുള്ള അക്ഷരത്തിന്റെ അത്രയും പേപ്പറുകൾ ആ പത്രം പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ദയവേത് താങ്കൾ മനസ്സിലാക്കി. RSS ഉപയോഗിച്ചു വന്നിരുന്ന ഭാരതാംബയുടെ ആ ബിംബം, ആ ഒരു ചിത്രം, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. കാവിക്കൊടിയുമായിട്ടൊക്കെ ഇരിക്കുന്ന ഭാരതാംബ എന്നുള്ള ആ സങ്കല്പം, അത് രാജ്ഭവനിൽ കാണുന്നു. രാജ്ഭവനിലെ ചിത്രം അത് തന്നെയാണ്. അതുകൊണ്ട് പറ്റില്ല ഭാരതാംബയുടെ ചിത്രത്തിനും ഈ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്ന്. അത് കൃത്യമാണല്ലോ, പി പ്രസാദ് പറയുന്നത് കാര്യമാണ്. അല്ലാതെ പി പ്രസാദ് അറിയാതെ പോയി, മന്ത്രി അറിയാതെ പോയി അവിടെ ഇങ്ങനെ പുഷ്പാർച്ചന നടത്തിയായിരുന്നുവെങ്കിലോ അത് മറ്റൊരു നറേറ്റീവായി മാറിയേനെ. മുമ്പ് VD സതീശന് പറ്റിയിട്ടുള്ളതാണിത്. ഇതിനുള്ളിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഈ ഭാരതാംബ എന്നും ആ ഭാരതാംബ എന്നും ഒന്നില്ല. ഒരു ഭാരതാംബ എന്ന് പറയുമ്പോൾ അതിനൊരു യൂണിഫൈഡ് രൂപം കൽപ്പിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. ചിത്രകാരൻ്റെ ഭാവനയിൽ വരുന്ന ഒരു സങ്കല്പമാണ്. ഒരു മൂർത്തിയായി അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് അതിന് രൂപം വരുന്നത്. ഈ സങ്കല്പത്തിന് ആരാണോ ചിത്രം വരയ്ക്കുന്നത്, ഇതിപ്പോൾ അതിനകത്തൊരു ഭഗവധ്വജത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കൊടിയുടെ ചിത്രമുണ്ട്. അത് സാഫ്രോൺ നിറമാണ്, കുങ്കുമ നിറമാണ്. അതുപോലെ പിന്നെ ഈ സിംഹാരൂഢയായ ഭാരതമാതാവിൻ്റെ ചിത്രം, അവിടെ ഇന്ത്യയുടെ രൂപമുണ്ട്. ഇതെല്ലാം ചേർന്ന ആ ചിത്രം തന്നെയാണ് ഇതിനു മുൻപ് ശ്രീ ഗുരുമൂർത്തി രാജ്ഭവനിൽ വന്ന് ഈ പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടി ഇന്ത്യ നൽകിയ ആ ഒരു കാര്യം, ഓപ്പറേഷൻ പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാനായി വന്നപ്പോൾ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നതും പുഷ്പാർച്ചന നടത്തിയതുമായ അതേ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഇടതുപക്ഷങ്ങൾക്ക് ഒരു പന്തുകേട് തോന്നി. അത് അവരുടെ രാഷ്ട്രീയമായി ഒരു പക്ഷേ ചേർത്ത് വായിക്കേണ്ടതുമാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ.